മതബോധന പഠനക്കളരിയിൽ 982 എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്നു. ഇന്ന് ആഗസ്റ്റ് മാസം 21 2024. മതബോധനം എന്നാണ് ഇതിൻ്റെ പേര്. എങ്കിലും ഇതിൻ്റെ അന്തസത്തയിൽ ഇത് സഭയുടെ മുഴുവനും വിശ്വാസ നിക്ഷേപമാണത്. അതോടൊപ്പം ഇതിന് പറയുന്ന മറ്റൊന്ന് അപ്പസ്തോലിക അനുശാസനം അല്ലെങ്കിൽ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കത്തോലിക്ക സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ ആ വിശ്വാസം മുഴുവനും വിശ്വാസത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കം പഠിക്കേണ്ടതും വളരേണ്ടതും ഉണ്ട്. നമ്മളങ്ങനെ വളർന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതെന്തോ ഒരു വലിയ ഒരു നിധിയാണെന്നും ഇത് പഠിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ദുർഭഗമായിരുന്നേനെന്ന്. അങ്ങനെ നമ്മൾ വളരെ ആനന്ദത്തിലും ആത്മാഭിമാനത്തിലും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 982 ദിവസമായി നമ്മളിത് പഠിക്കുന്നു. കർത്താവ് പല പ്രാവശ്യവും പറഞ്ഞു, നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്, കാരണം നിങ്ങൾ ഇത് അല്പം പോലും മടികൂടാതെ നിങ്ങൾ പഠിക്കാൻ ഉത്സുകരായിരിക്കുന്നതുകൊണ്ട്. സ്നേഹമുള്ളവരെ, ഈ സമയത്ത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഏറ്റവും പ്രധാന ഒരു സമയമാണ്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി. സീറോ മലബാർ സഭയുടെ മെത്രാന്മാരുടെ സിനഡും മറ്റ് പൊതു ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുമെല്ലാം കൂടുന്ന ഈ മാസത്തിൽ നമ്മളെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന അതിന് വളരെയധികം വിലമതിക്കുന്നത് നമ്മൾ അറിയുന്നു. വരുവിൻ, നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിനെയും ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയെയും അതോടൊപ്പം ആഗോള സഭ മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് കാറ്റക്കിസവും സഭാപ്രബോധനങ്ങളിലും ജനം കൂടുതൽ ഉത്സുകരാകുന്നതിനും അതോടൊപ്പം അൽമായരിൽ കർത്താവ് തന്നിരിക്കുന്ന വരദാനങ്ങൾ, എല്ലാവരിലും വരദാനങ്ങളുണ്ട്. എല്ലാവരിലും കർത്താവ് നൽകിയിരിക്കുന്ന വരങ്ങളെ ജ്വലിപ്പിക്കണമേ. ആത്മാവേ, ഇവരിൽ വരണേ, ദിവ്യ പ്രസാദം തരണേ. ശാശ്വതായകൻ നീയേ, ഇവത്തിൻ വരദാനം നീയേ. എന്റെ ഉരവും തീനാവും ആത്മീയ തൈലവും നീയേ. ദൈവത്തിൻ കൈവിരൽ നീയേ, സ്വർഗത്തിൻ കൈയൊപ്പും നീയേ. നിന്റെ വചസ്സുകൾ നാവിൽ നിത്യം തൂവിത്തരുന്നതും നീയേ. ങ്ങളാമിന്ദ്രിയങ്ങൾ ജ്വലിച്ചിടുന്ന നേരം സ്നേഹത്തിൻ ശീലുകൾ മൂളും ഞങ്ങൾ ശാന്തി ഗീതങ്ങളും പാടും. ഇന്ദ്രിയാങ്കുലിയാൽ തൊടുമ്പോ ജീർണതയെല്ലാം തുടിക്കും, ജീവചൈതന്യം തുടിക്കും.
ായി നീ വന്നാൽ ജീവിത വീതിയിൽ ഞങ്ങൾ തകർക്കാൻ ആരും യാചിച്ചിടും ഞങ്ങൾ. ദൈവത്തെയും പുത്രനെയും ഉന്നിലൂടറിയും ഞങ്ങൾ. അവരുടെ ആത്മാവാം ആരം വിശ്വസിച്ചിടും ഞങ്ങൾ. പിതാവിനും സുതനും നാമനാകുമങ്ങേക്കും സ്തുതിയായിരിക്കട്ടെ എന്നും എന്നും സ്തുതിയായിരിക്കട്ടെ എന്നും സ്തുതിയായിരിക്കട്ടെ എന്നും സ്തുതിയായിരിക്കട്ടെ എന്നും. സഭയുടെ ഔദ്യോഗിക ഗാനമാണ് വെനി ക്രിയാറ്റോർ സ്പിരിറ്റസ്. കൂടുതലായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അതിവിസ്മരണീയമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്നാണ്. കേട്ടോ, മോശ ജോഷുവയോട് പറഞ്ഞു, നീ എന്നെപ്പതി നീ അസൂയപ്പെടുന്നുവോ? കണ്ടോ മോശ പറയണ കേട്ടോ, കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാകുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവ് വിഷമിച്ച് എന്തായിരിക്കും പറയാ? കർത്താവ് പറയാണ്, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും നിങ്ങൾ എപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവിനെ മറ്റൊരു സഹായകനായി നൽകുകയും ചെയ്യും. വരുവിൻ, നമ്മൾ ഇനി പ്രവചനത്തിനായിട്ട് കാതോർക്കുകയാണ്. പ്രവചനത്തിന് വേണ്ടി ദാഹിക്കണം. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. എന്റെ ജനമേ, അതെ, നിങ്ങൾക്ക് അപ്പം മുഴുവനും കിട്ടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ മക്കളാണ്. മക്കൾക്കുള്ളത്, പിതാവിനുള്ളത് മുഴുവനും നിനക്കുള്ളതാണ്. മക്കളെ, പിതാവിനുള്ളത് മുഴുവനും നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ പിതാവിനുള്ളത് മുഴുവനും നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ മക്കളാണ്. നിങ്ങൾ അത് ധൈര്യപൂർവം ആവേശപൂർവം വിശ്വസിക്കുകയും അവകാശപ്പെടുകയും അതനുസരിച്ച് നിങ്ങളുടെ ആത്മാവിനെ വികസിപ്പിക്കുവിൻ. അത് ഉൾക്കൊള്ളാൻ തക്ക വിധത്തിൽ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ വികസിപ്പിക്കുവിൻ. നിങ്ങളുടെ ആത്മാവിൽ അത് ഉൾക്കൊള്ളാനുള്ള ഇടം കൊടുക്കുവിൻ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ സമ്മാനങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ആത്മാവിൽ ഇടം കൊടുക്കുവിൻ. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന മറ്റുള്ളവയെല്ലാം മാറ്റി, നശ്വരമായവ മാറ്റി അനശ്വരമായവയ്ക്ക് വേണ്ടി ദാഹിക്കുവിൻ. നശ്വരമായവയെല്ലാം മാറ്റി അനശ്വരമായതിനു വേണ്ടി ദാഹിക്കുവിൻ. അനശ്വരമായത് നിങ്ങളുടെ ആത്മാവിൽ മാത്രമേ ശേഖരിക്കാൻ പറ്റുകയുള്ളൂ. മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടവില്ല. എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ നിങ്ങളുടെ ആത്മാവ് വേണം. ചക്കറമക്കുറ
അതെ എന്റെ പ്രിയ ജനമേ, നിങ്ങൾ ഇതറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാവിൽ ഞാനും പിതാവും പരിശുദ്ധാത്മാവും മാതാവും സകല വിശുദ്ധന്മാരും അടങ്ങുന്ന സ്വർഗം തന്നെ തലചായ്ക്കും. സ്വർഗം തന്നെ നിങ്ങളുടെ ആത്മാവിൽ വസിക്കും. അത്രയ്ക്ക് വലിയതാണ് നിങ്ങളുടെ ആത്മാവ്. നിങ്ങളുടെ ആത്മാവിനെ അത്രയ്ക്ക് വിശാലമായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ, ഇത് നിങ്ങൾ വിശ്വസിക്കുവീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലമുണ്ട്. ആ പിതാവിന്റെ ഭവനം നിങ്ങളുടെ ആത്മാവ് തന്നെയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വലിയ കൃപാവർഷം നൽകുന്നു, വലിയ കൃപാവർഷം നൽകുന്നു, കൃപയുടെ സമൃദ്ധി നൽകുന്നു, കൃപയ്ക്ക് മേൽ കൃപ നൽകുന്നു, കൃപയ്ക്ക് മേൽ കൃപ നൽകുന്നു. എന്റെ ജനമേ, നിങ്ങൾ സ്വീകരിക്കുവിൻ. നിങ്ങൾ അതിനു വേണ്ടി ആവേശത്തോടെ എന്റെ അടുത്ത് വരുവിൻ. കുദാശകളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. കുദാശകളിലൂടെ നിങ്ങളിലേക്ക് ഞാൻ നൽകുന്നത് സ്വർഗം തന്നെയാണ്. വരാനിരിക്കുന്ന എന്റെ വീണ്ടും വരവിന്റെ മുൻകൂർ ഞാൻ ഇപ്പൊ തന്നെ നൽകുന്നു. അച്ചാരം നൽകുന്നു, എന്റെ പൂർണ്ണത നൽകുന്നു. എന്റെ ജനമേ, നിങ്ങളിലൂടെ ഞാൻ സഭയെ നവീകരിച്ചു കൊണ്ടിരിക്കുന്നു. സഭയിൽ വിശ്വാസത്തിന്റെ പുതിയ ഒരു വേലിയേറ്റം, ഒരു വെള്ളപ്പൊക്കം ഞാനിതാ നടത്തുന്നു. വിശ്വാസത്തിന്റെ ഒരു വേലിയേറ്റം. എന്റെ ജനമേ, അതിനാൽ നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിൽ വളരണമെങ്കിൽ സഭാപ്രബോധനങ്ങൾ പഠിച്ചേ മതിയാവൂ. സഭാപ്രബോധനങ്ങളിൽ നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം കരുത്തുള്ളതാകും. പിന്നെ അത് നഷ്ടപ്പെടില്ല, അത് തളരില്ല, അത് കുതിച്ചുയരും, അത് തുടിച്ചുയരും. വലിയ ആനന്ദമായിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ വാത്സല്യഭാചനങ്ങളെ, എന്റെ അടുത്ത് വരുവിൻ. എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. എന്റെ അടുത്ത് വരുവിൻ. ഇതെല്ലാം തീർച്ചയായിട്ടും അങ്ങ് തന്നെയാണ് അരുളി ചെയ്തിരിക്കുന്നത്. അവർ ലോകമെല്ലാം പോയി പ്രസംഗിച്ചപ്പോൾ കർത്താവ് അവരോട് കൂടെ അടയാളങ്ങൾ സഹിതം അവരുടെ വചനങ്ങൾ സ്ഥിരീകരിച്ചു. ഇതാ ഒരടയാളം വരുന്നത്. മുട്ടുകാലിന്റെ ചിരട്ട മാറ്റിവെക്കണം എന്ന് പറഞ്ഞ ഒരാൾക്ക് ആ ചിരട്ട മാറ്റിവെക്കണ്ട, അതിനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അതിന്റെ തേയ്മാനം മാറ്റി കർത്താവ് അത് സൗഖ്യപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. രണ്ടാമത് ഒരു സൗഖ്യം ഹൃദയത്തിന്റെ വേദനയാണ്. ഹൃദയത്തിന്റെ വാൽവിനുണ്ട് പ്രശ്നമാണ്. ഹൃദയത്തിന്റെ വാൽവിന് എന്തോ പ്രശ്നമുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അതുപോലത്തെ ഒരു പ്രശ്നം. എന്നാൽ കർത്താവ് ഇപ്പോൾ ആ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നു.
മൂന്നാമത്തേത് കിഡ്നി സംബന്ധമായിട്ടുള്ളതാണ്. കിഡ്നിയിലുള്ള എന്തോ വലിയ വേദനയാണ്. കിഡ്നി സ്റ്റോൺ അല്ല, മറ്റെന്തോ ആണ്. അത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവേ, ഈ അത്ഭുത രോഗശാന്തികളാണ് ഇതെല്ലാം. കാരണം കർത്താവ് തന്നെ പൂർണ്ണനായിട്ട് കൃപയ്ക്ക് മേൽ കൃപ ചൊരിഞ്ഞുകൊണ്ട് നമ്മിൽ വസിക്കുന്നു. എന്താ വേണ്ടേ? സൃഷ്ടാവ് തന്നെ നമ്മിൽ വസിക്കുന്നു. എനിക്കെന്തെങ്കിലും അസാധ്യമുണ്ടോ? വിശ്വസിക്കുവിൻ. കൃപയ്ക്ക് മേൽ കൃപ നമ്മളിൽ ജ്വലിപ്പിക്കുന്നു. നമ്മളിന്ന് പഠിക്കുന്നത് 1119. ശിരസ്സായ ക്രിസ്തുവുമായി ഒരു മൗതിക വ്യക്തി എന്ന പോലെ രൂപപ്പെട്ട സഭ, സജീവമായ സംഘടിപ്പിക്കപ്പെട്ട പുരോഹിത സമൂഹം. ശിരസ്സായ ക്രിസ്തുവുമായി ഒരു മൗതിക വ്യക്തി എന്ന പോലെ, ഒരു മൗതിക വ്യക്തി എന്ന പോലെ രൂപപ്പെട്ട സഭ. അത് ഇംഗ്ലീഷിലും കൂടി ഒന്ന് വായിക്കുമ്പോഴാണ് ഫോമിങ് ആസ് ഇറ്റ് വെയർ വൺ മിസ്റ്റിക്കൽ പേഴ്സൺ, വൺ മിസ്റ്റിക്കൽ പേഴ്സൺ വിത്ത് ക്രൈസ്റ്റ് ദ ഹെഡ്. The church acts in the sacrament as an organically structured priestly community. Okay. അപ്പോൾ അതാണ് ശിരസ്സായ ക്രിസ്തുവുമായി ഒരു മിസ്റ്റിക്കൽ പേഴ്സൺ, മൗതിക വ്യക്തി എന്ന് പറഞ്ഞാൽ വൺ മിസ്റ്റിക്കൽ പേഴ്സൺ എന്ന പോലെ കൂദാശകളിൽ പ്രവർത്തിക്കുന്നു. സജീവമായി സംഘടിപ്പിക്കപ്പെട്ട പുരോഹിത സമൂഹം എന്ന പോലെ സജീവമായി സംഘടിക്കപ്പെട്ട പുരോഹിത സമൂഹം. 36 സെന്റ് തോമസ് അക്വിനാസ്, ലൂമൻ ജൻഷ്യം 11. വെറുതെ അല്ല, കണ്ടോ? ലൂമൻ ജൻഷ്യം 11 സഭയെക്കുറിച്ചുള്ള പ്രബോധനമാണ്. ലൂമൻ ജൻഷ്യം, ജനതകളുടെ പ്രകാശം എന്നപോലെ കൂദാശകളിൽ പ്രവർത്തിക്കുന്നു. മാമോദീസ, സ്ഥൈര്യലേപനം എന്നിവയിലൂടെ പുരോഹിത ജനം ആരാധനാഘോഷത്തിന് പ്രാപ്തരാക്കപ്പെടുന്നു. പുരോഹിത ജനം ആരാധനാഘോഷത്തിന് പ്രാപ്തരാക്കപ്പെടുന്നു. അതേസമയം തിരുപ്പട്ടം സ്വീകരിച്ച വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനം കൊണ്ട് ദൈവകൃപ കൊണ്ടും സഭയെ പരിപോഷിപ്പിക്കാൻ നിയമിക്കപ്പെടുന്നു. 37 ലൂമൻ ജൻഷ്യം 11:2. ഉണ്ടോ? ഇതെല്ലാം വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റിന്റെ ഏറ്റവും ആധികാരിക ഡോക്യുമെന്റാണത്. അതായത് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, വിശ്വാസ സത്യങ്ങളാണത്. അത് നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത 25-ാം വർഷം 2025 സഭ ജൂബിലി ആഘോഷിക്കുമ്പോൾ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്, ഈ ജൂബിലി പ്രമാണിച്ച് രണ്ടാം വത്തിക്കാൻ സഭയുടെ 4 പ്രബോധനങ്ങളെങ്കിലും എല്ലാവരും വായിച്ചിരിക്കണം. ലൂമൻ ജൻഷ്യം, ജനതകളുടെ പ്രകാശം, അതുപോലെ ഗൗഡിയം സ്പെക്സ്, സഭ ആധുനിക ലോകത്തിൽ, പിന്നെ സാക്രസാൻഡം കൺസീലിയം, അത് കൂദാശകളെക്കുറിച്ച് ലിറ്റർജി, പിന്നെ ഡൈവർബം, ദൈവവചനം. അപ്പോൾ അതിൽ ലൂമൻ ജൻഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസ സത്യമാണ് ഇവിടെ പറയുന്നത്. വിശ്വാസ സത്യം എന്താണത്? ശിരസ്സായ ക്രിസ്തുവുമായി ഒരു മൗതിക വ്യക്തി എന്ന പോലെ, വൺ മിസ്റ്റിക്കൽ പേഴ്സൺ
എന്ന പോലെ രൂപപ്പെട്ട സഭ സജീവമായി സംഘടിപ്പിക്കപ്പെട്ട പുരോഹിത സമൂഹം എന്ന പോലെ കൂദാശകളിൽ പ്രവർത്തിക്കുന്നു. മാമോദീസ, സ്ഥൈര്യലേപനം എന്നിവയിലൂടെ പുരോഹിത ജനം ആരാധനാഘോഷത്തിന് പ്രാപ്തരാക്കപ്പെടുന്നു. അതേസമയം അപ്പോൾ ഇത് എല്ലാ വിശ്വാസികളുടെയും കാര്യമാണ്. എന്നാൽ അതേസമയം തിരുപ്പട്ടം സ്വീകരിച്ച വിശ്വാസികൾ, അതായത് വൈദികർ, പുരോഹിതർ, ക്രിസ്തുവിന്റെ നാമത്തിൽ വചനം കൊണ്ടും ദൈവകൃപ കൊണ്ടും, കണ്ടോ, വചനം കൊണ്ടും ദൈവകൃപ കൊണ്ടും സഭയെ പരിപോഷിപ്പിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. സഭയെ പരിപോഷിപ്പിക്കാൻ, സഭയെ വിശുദ്ധീകരിക്കുക മാത്രമല്ല, വിശ്വാസി ജനത്തെ പരിപോഷിപ്പിക്കണം. എങ്ങനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്? വചനം കൊണ്ടും ദൈവകൃപ കൊണ്ടും. കൃപയ്ക്കുമേൽ കൃപ ചൊരിഞ്ഞൻ ജീവനേ, കണ്ടോ, കൃപയ്ക്കുമേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അപ്പോൾ വചനം കൊണ്ടും ദൈവകൃപ കൊണ്ടും. നിയമം മോശ വഴി ഉണ്ടായി, എന്നാൽ കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഒന്നുകൂടി നമുക്ക് വായിക്കാം. ശിരസ്സായ ക്രിസ്തുവുമായി ഒരു മൗതിക വ്യക്തി എന്ന പോലെ, വൺ മിസ്റ്റിക്കൽ പേഴ്സൺ, രൂപപ്പെട്ട സഭ സജീവമായി സംഘടിപ്പിക്കപ്പെട്ട പുരോഹിത സമൂഹം എന്ന പോലെ കൂദാശകളിൽ പ്രവർത്തിക്കുന്നു. മാമോദീസ, സ്ഥൈര്യലേപനം എന്നിവയിലൂടെ പുരോഹിത ജനം ആരാധനാഘോഷത്തിന് പ്രാപ്തരാക്കപ്പെടുന്നു. അതേസമയം തിരുപ്പട്ടം സ്വീകരിച്ച വിശ്വാസികൾ ക്രിസ്തുവിന്റെ നാമത്തിൽ വചനം കൊണ്ടും കൃപാവരം കൊണ്ടും ദൈവകൃപ കൊണ്ടും സഭയെ, അതായത് ഈ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തെ, അതായത് ദൈവജനത്തെ പരിപോഷിപ്പിക്കാൻ നിയമിക്കപ്പെടുന്നു. ഇതിന്റെ മാർജിനൽ പാരഗ്രാഫ് 792 792. ഈ ശരീരത്തിന്റെ ശിരസ്സാണ്, ശിരസ് ക്രിസ്തുവാണ്. ക്രിസ്തുവാണ് സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്. ക്രിസ്തുവാണ് സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്. അവിടുന്ന് സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിന്റെയും പ്രഭവമാണ്. ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദ ബോഡി ഓഫ് ദ ചർച്ച്. ഹി ഈസ് ദ പ്രിൻസിപ്പിൾ. പ്രഭവം എന്നുള്ളതിന് പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേഷൻ ആൻഡ് റിഡംഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ക്രിയേഷൻ ആൻഡ് റിഡംഷൻ. ഹി ഈസ് ദ പ്രിൻസിപ്പിൾ. അവിടുന്ന് സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിന്റെയും പ്രഭവമാണ്. പ്രഭവം എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ, അതിൻ്റെ എസെൻസ്, അതിൻ്റെ ഏറ്റവും കേന്ദ്ര ബിന്ദു. സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ് ക്രിസ്തുവാണ്. അവിടുന്ന് സൃഷ്ടിയുടെയും വീണ്ടെടുപ്പിൻ്റെയും പ്രഭവമാണ്. അതാണ് പിതാവിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും പ്രഥമസ്ഥാനീയനാണ്. 226 കൊളോസോസ് 1:18. കൊളോസോസ് 1:15 മുതൽ 15, 16, 17, 18 ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും പ്രഥമസ്ഥാനീയനാണ്. പ്രത്യേകിച്ച് സഭയിൽ. കാരണം എല്ലാറ്റിൻ്റെയും മേൽ അവിടുന്ന് തൻ്റെ ഭരണം വ്യാപിപ്പിക്കുന്നത് അവളിലൂടെയാണ്.
എല്ലാറ്റിൻ്റെയും മേൽ അവിടുന്ന് തൻ്റെ ഭരണം വ്യാപിപ്പിക്കുന്നത് അവളിലൂടെയാണ്, സഭയിലൂടെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ ആ കൊറോണ കാലത്ത് വിശുദ്ധ കുർബാന ഓൺലൈനൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു. പക്ഷെ അതിനുശേഷം ഓൺലൈൻ കുർബാനയ്ക്ക് വാലിഡിറ്റി ഇല്ല. പിന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളവർ വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഓൺലൈൻ കുർബാന കൂടുന്നു. പക്ഷെ എല്ലാവരും ഓൺലൈനിലല്ല കുർബാന കൂടേണ്ടത്. അതായത് കർത്താവിൻ്റെ മേശയ്ക്ക് ചുറ്റും ആ സഭയായിട്ട് നമ്മൾ ഒന്നാകണം. അതുകൊണ്ട് ഇപ്പോഴും ആരെങ്കിലും ഓൺലൈൻ കുർബാന കൂടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മൾക്ക് ഒരു മനഃശാന്തി കിട്ടണം. പക്ഷേ യേശുവിൻ്റെ ആ സമ്പൂർണ്ണ കൃപയ്ക്കുമേൽ കൃപ, ഈശോയുടെ ആ ശരീര അനുഭവം നമുക്കതിൽ കിട്ടില്ല. അതുകൊണ്ട് ഞാനത് വളരെ വിനീതമായി പറയുകയാണ്. നമ്മൾക്ക് അതുകൊണ്ടുള്ള തളർച്ചയും നഷ്ടങ്ങളുണ്ട്. അപ്പോൾ കർത്താവ് ഈ എല്ലാറ്റിൻ്റെയും മേൽ അവിടുന്ന് തൻ്റെ ഭരണം വ്യാപിപ്പിക്കുന്ന ആ കർത്താവ് നമ്മളുടെ അകത്തേക്ക് വരാൻ നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതം വളരും? പ്രപഞ്ചനാഥൻ, അണ്ഡകടാഹങ്ങളെ മെനഞ്ഞെടുത്ത രാജാതിരാജൻ. 1 തിമോത്തി 1:17 ദ ഓൺലി ഗോഡ്, ഏക ദൈവം, രാജാക്കന്മാരുടെ രാജാവ്, ഏക ദൈവമായ അവിടുത്തെ നമ്മൾ കുർബാനയിൽ സ്വീകരിക്കണു. അവിടുന്ന് നമ്മളെ സ്വീകരിക്കണു. അത് ഓൺലൈനിൽ നടന്നാൽ ശരിയാവോ? അങ്ങനെ ഓൺലൈൻ കുർബാനയിൽ തൃപ്തിപ്പെട്ടിരിക്കരുതേ എൻ്റെ മക്കളെ. അത് കൊറോണ കഴിഞ്ഞപ്പോൾ നിർത്തി. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വം ഉണ്ടായിരിക്കട്ടെ. മുമ്പ് റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നതിലും അർത്ഥമില്ല. ക്രിസ്തുവാണ് സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്. 1 തിമോത്തി 1:17 എല്ലാവരും വായിച്ചേ. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വം ഉണ്ടായിരിക്കട്ടെ. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ആ ദൈവം ദൃശ്യമായി ഒരപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ എഴുന്നള്ളി നമ്മളിലേക്ക് വരുന്നു. ഇത് ഫിസിക്കലായിട്ടല്ലാതെ എങ്ങനെ സാധിക്കണേത്? അതാണ് കൂദാശ. പിതാവിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും പ്രഥമസ്ഥാനീയനാണ്. കൊളോസ്സോസ് 1:18. കാരണം എല്ലാറ്റിൻ്റെയും മേൽ അവിടുന്ന് തൻ്റെ ഭരണം വ്യാപിക്കും. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ്. അവൻ എല്ലാറ്റിനെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അതവൻ പ്രഥമസ്ഥാനീയനായി. 1:16 പറയുന്നത് അവൻ സകല സൃഷ്ടികളുടെയും ആദ്യജാതനാണ്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. എഫേസോസ് 4:15, എഫേസോസ് 1:22. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു.
എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലൂടെ നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. കൊളോസ്യോസ് 2:10. പ്രത്യേകിച്ച് സഭയിൽ, കാരണം എല്ലാറ്റിൻ്റെയും മേൽ അവിടുന്ന് തൻ്റെ ഭരണം വ്യാപിപ്പിക്കുന്നത് അവളിലൂടെയാണ്. അപ്പോൾ ഇത്രയും മതി, ഇവിടെ നമുക്ക് നിർത്താം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇതിങ്ങനെ പഠിച്ചത് പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഓൺലൈൻ കണ്ടാൽ പോരാ, കുർബാനയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പോയി കുർബാന കൂടണം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കുർബാന കൂടുമ്പോൾ ഈ 116 മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു കടലാസിലൊന്ന് കുറിച്ച് കയ്യിൽ വയ്ക്കൂ. ഇത്രയും, എന്നിട്ട് അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് കുർബാനയിൽ പങ്കുകൊള്ളൂ. അങ്ങനെ ഈ സർവാധിപനായ കർത്താവ് നമ്മളിൽ വരുമ്പോൾ ഒരു പല വിചാരവും കൂടാതെ അങ്ങനെ നമ്മുടെ ആത്മാവിൽ കൃപയ്ക്ക് മേൽ കൃപ നമ്മളിൽ വരുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഒരു വചനം ഓർക്കണം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബത്തിൽ ഒരാളെങ്കിലും ഈ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് വന്നാൽ ആ ഒരാളിലൂടെ കുടുംബത്തിൽ വലിയ കാര്യങ്ങൾ നടക്കും. ഇതുകൂടി നിങ്ങൾ വിശ്വസിക്കണം.